നമ്മൾ കുറേ നാളായി ഒരു കമ്പ്യൂട്ടർ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിമിംഗ്, PC ബിൽഡിംഗ് ഇതേപോലുള്ള പരിപാടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു ഗെയിം ട്രൈ ചെയ്തു. ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഗെയിം കളിച്ച്. അപ്പോൾ കളിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക് കാർഡ്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പുറകിലിരിക്കുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ സ്പെക്കൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ ഗെയിമിനെ പറ്റി പറയണമല്ലോ. ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് ഞാൻ ട്രൈ ചെയ്തത്. പൊതുവെ ഈ ഒരു കാറ്റഗറിയിലുള്ള ഗെയിം അങ്ങനെ എനിക്ക് ഭയങ്കര ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഗെയിമൊന്നുമല്ല. പക്ഷേ ഈ ഗെയിം ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. സോ ഗെയിമിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗെയിം നടക്കുന്നത് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് റേഞ്ചിലാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ്. ഇത് പറയപ്പെടുന്നത്, എൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയപ്പെടുന്നത് വെച്ചാൽ US എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു ഭൂമി മൊത്തം നശിച്ചു, അതിനുശേഷം എത്രയോ വർഷത്തിന് ശേഷം, ഒരു 1000 years കണക്കാണ് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഗെയിമിൽ ആ പുള്ളിക്കാരി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ക്യാരക്ടർ. അപ്പോൾ അതിനുശേഷമുള്ളൊരു ജീവിതവും അവിടെയുള്ള മനുഷ്യരും മൃഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ ക്യാരക്ടറും പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ഒരു കോർ എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത് ഗൈ AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI ആണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം അതിനകത്തുള്ള മൃഗങ്ങളൊക്കെ നോക്കപ്പോൾ റോബോട്ടിക് മൃഗങ്ങളാണ്, അല്ലെങ്കിൽ AI യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന അതിൻ്റെ രീതിക്ക് പ്രവർത്തിക്കുന്ന റോബോട്ട് മൃഗങ്ങളാണ്. ഒരു വലിയ ഇപ്പോൾ ഡിനോസർ എടുത്തു കഴിഞ്ഞാലും അത് റോബോട്ട് അല്ലെങ്കിൽ മെഷീനാണ്. ലിവിങ് ഓർഗാനിസം എല്ലാം ഒരു മെഷീൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത്. തീം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരു റെഡ് കളറിലുള്ള ഒരു സംഭവം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആവുന്ന മനുഷ്യർക്ക് വീണ്ടും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അതായത് അതിനകത്തുള്ള ലിവിങ് ഓർഗാനിസം എല്ലാം മരിച്ചു പോകുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അവരും മരിച്ചു പോകുന്നു. അപ്പോൾ ഓൾറെഡി ഉള്ള മനുഷ്യർ തന്നെ നശിക്കും അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആവും എന്നുള്ള സ്റ്റേജ് എത്തി. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അലോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അലോയ് ഒരു AI കണ്ടുപിടിക്കാൻ പോവാണ്. ആ AI കണ്ടുപിടിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസീസ് വന്നുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, എങ്ങനെ ഈ വേൾഡിനെ രക്ഷപ്പെടുത്താം എന്നറിയാൻ പറ്റുള്ളൂ. ആദ്യത്തെ മിഷനിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ക്യാരക്ടറാണ് വാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടർ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നീ ജനിച്ചത് ഈ ആളുകളെ മൊത്തം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ടാണോ, നിന്റെ ജീവിതം മൊത്തം ഇതിനു വേണ്ടി നീ മാറ്റി വെക്കണമോ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അലോയ് പറയുന്നുണ്ട്, യെസ്, എൻ്റെ ജീവിതം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ മിഷനായിട്ട് പോകുന്നത്. ആദ്യം ഈ സ്റ്റോറി മൊത്തത്തിൽ അവർ പറഞ്ഞു തരും. അതായത് ഈ ലോകം എന്തുകൊണ്ട് ഇങ്ങനെയായി, അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു, അതിനകത്ത് വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. ഈ ഗെയിമിൻ്റെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അലോയ് ഉപയോഗിക്കുന്ന മെയിൻ മെക്കാനിസം അല്ലെങ്കിൽ ഫൈറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്പുമില്ലും. അത് നമ്മൾ ഓരോ റിസോഴ്സസ് കണ്ടുപിടിച്ച് കുറേ ചെടികളൊക്കെ നമ്മൾ വെട്ടി ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. രണ്ടാമത്തത് സ്പിയർ. അവർക്കൊരു സ്പിയർ ഉണ്ട്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഈ സ്പിയർ ഉപയോഗിച്ചിട്ടായിരിക്കണം ഈ എതിരാളികളെ ഡിഫീറ്റ് ചെയ്യേണ്ടത്. എതിരാളികൾ മീൻസ് ഈ മെഷീൻസ് ആണ്. ഇപ്പം കുട്ടി ഡൈനോസർ പോലെയുള്ള കുറേ മെഷീൻസ് ഉണ്ട്, അതിനെല്ലാം നമ്മൾ ഡിഫീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ അലോയ്ക്ക് ഒരു കാതിൻ്റെ അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഏതെങ്കിലും ഒരു മൃഗം ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ സ്വീറ്റ് സ്പോട്ട് അല്ലെങ്കിൽ വീക്ക്നെസ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ എബിലിറ്റി കൊടുക്കുന്നതാണ്. ഗെയിം മൊത്തത്തിൽ പോകുന്നത് ആ ഒരു രീതിക്കാണ്. പുള്ളിക്കാരി ആളുകളെ മൊത്തം രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ വാലിൻ്റെ ഹെൽപ്പോട് കൂടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. ആദ്യം ഒരു കാട്ടിലേക്ക് വരും, അവിടെ നിന്ന് നാവിഗേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകും, എന്നിട്ട് ഒരു ഫെസിലിറ്റിയുടെ അകത്തേക്കൊക്കെ വരും. ആ ഫെസിലിറ്റിയുടെ അകത്ത് പോകുന്ന സമയത്താണ് ഈ അപ്പോക്കലിപ്സ് ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റോറിയൊക്കെ അവിടെ ഒരു ഹോളോഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത് എന്നുള്ള സ്റ്റോറിയൊക്കെ ആ ഹോളോഗ്രാമിലൊക്കെയാണ് അറിയാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം മൊത്തത്തിൽ പോണേ. ഫുള്ള് കളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഞാൻ 2017 ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്. ആൻഡ് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഗെയിം ഞാൻ കളിച്ചപ്പോൾ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ്. അതിനകത്ത് അലോയ് ആണെന്നുണ്ടെങ്കിലും വാലാണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമാണ്. ഈ അലോയുടെ മുടി ഒന്നൊന്നര മുടിയാണ്, കിടില ലുക്കാണ് പുള്ളിക്കാരി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ മുടി കിടന്നിങ്ങനെ ആടുന്നതും ഭയങ്കര ഡൈനാമിക്കാണ്. പുള്ളിക്കാരി നടക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിലോട്ടായാലും റൈറ്റിലോട്ടൊക്കെ ആയാലും ഈ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അതുമാത്രമല്ല, ഈ ചെടികളില്ലേ ചുറ്റുമുള്ള ഈ ചെടികൾ ഈ കാറ്റടിക്കുന്നതിനനുസരിച്ച് അതിനൊരു മൂവ്മെൻറ്റ് വരും. അത് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഒരേപോലെ ആയിരിക്കില്ല അത് മൂവ് ചെയ്യുന്നത്, പല രീതിക്കാണ് മൂവ് ചെയ്യുന്നത്.
പിന്നെ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ, ആ ഒരു എൻവയോൺമെൻറ്റ് ഭയങ്കര ഡീറ്റെയിൽ ഉള്ള എൻവയോൺമെൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു സ്ഥലം പോലും ബ്ലാങ്ക് ആയിട്ടൊന്നുമില്ല, എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോകത്ത് നമ്മൾ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഭയങ്കര രസമാണ്. ഫൈറ്റിംഗ് മെക്കാനിസം എടുത്ത് തന്നെ പറയണം. ഫൈറ്റ് ചെയ്യുന്ന രീതി, ആ കുന്തം കൊണ്ടുവച്ച് കുത്തുന്ന രീതിയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നില്ല, ആ POV അതിൻ്റെ കൂടെ പോകുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, വിച്ച് ഈസ് വെരി നൈസ്. ഗെയിമിൻ്റെ ടെക്സ്ചേഴ്സ് ഭയങ്കര നല്ലതാണ്. ഈ ക്യാരക്ടറിൻ്റെ സ്കിൻ ടെക്സ്ചർ ഭയങ്കര രസമാണ്, കൈയും ഈ പരിപാടികളൊക്കെ. അറ്റ് ദ സെയിം ടൈം എൻവയോൺമെൻറ്റ്, ഞാൻ പറയില്ലേ, എൻ്റെ ഫേവറേറ്റ് ആ ഒരു എൻവയോൺമെൻ്റ് ആണ്. മൊത്തം ഭയങ്കര വൈബാണ്, ഒരു പച്ചപ്പും ഒരു അരുവിയും വെള്ളവും. അതായത് ടെക്നോളജി, എക്സ്ട്രീം ഫ്യൂച്ചർ ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെ ഒന്ന് കൊളാബറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പോലെയുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിനെ പറ്റി പറയണമല്ലോ, അതും നമ്മൾ പറഞ്ഞു തന്നെ പോകേണ്ടതാണ്. നമ്മുടെ PC നോക്കിക്കഴിഞ്ഞാൽ i5 13 Gen ആണ് പ്രോസസ്സർ, പെയർഡ് വിത്ത് ഒരു DDR5 16GB RAM. അത് കിങ്സ്റ്റൻ്റെ ആണ്. പിന്നീട് എല്ലാം ഞാൻ ലിങ്ക് ചെയ്തിരിക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. പിന്നീട് ഗ്രാഫിക് കാർഡ് വന്നിട്ട് സോഡാക്കിൻ്റെ NVIDIA 4070 ആണ്. PSU വന്നിട്ട് ASUSൻ്റെ 1000 വാട്ട്സിൻ്റെ PSU. ഇത്രയാണ് സ്പെക്ക്, അതിനകത്ത് വേറെ ഒന്നുമില്ല. ആകെ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു 1 TB ഒരു SSD ഇട്ടിട്ടുണ്ട്, വേറെ ഹാർഡ് ഡ്രൈവ് ഒന്നും ഞാനത് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ജസ്റ്റ് കുറച്ച് എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. പിന്നീട് ഞാൻ അതിനൊരു ഗെയിമിംഗ് ആയിട്ട് ജസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി മുന്നേ യൂസ് ചെയ്തിരുന്നത് ഒരു കുറഞ്ഞ ഒരു ഗ്രാഫിക് കാർഡായിരുന്നു. ദാറ്റ് വാസ് 20 സീരീസിലൊരു ഗ്രാഫിക് കാർഡായിരുന്നു. അതിനുശേഷം ഒരു വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു 4070 വന്ന സമയത്ത്. ആൻഡ് ഗെയിമിൻ്റെ അകത്ത് ആ 4070 എക്സ്പീരിയൻസ് ഈസ് വെരി ഗുഡ്. കാര്യം എന്ന് വെച്ചാൽ DLSS 3.5 ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മോണിറ്റർ ഒരു 24 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു മോണിറ്ററാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ്. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്രാഫിക് കാർഡ് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ 4K മാക്സ് ഔട്ട് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഗ്രാഫിക്സ് മൊത്തം മാക്സ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫുൾ മാക്സ് ഔട്ട്, എക്സ്ട്രീം ഗ്രാഫിക്സിലാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് എൻ്റെ മോണിറ്റർ അത്ര വലുതല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയില്ല. ഇൻ കേസ് എനിക്കത് TVക്കകത്തോ അല്ലെങ്കിൽ ഒരു 4K മോണിറ്ററിൻ്റെ അകത്തോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ചേഞ്ച് ആയിരിക്കും ആ ഒരു ഫീൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഓടെ DLSS എന്താണെന്നൊന്ന് പറഞ്ഞു തരുന്നത്. സോ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക് കാർഡിൻ്റെ അകത്തുള്ള ഒരു എൻഹാൻസ്മെൻറ്റ് മെത്തേഡാണ്. അതായത് DLSS 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ കൊണ്ട് നമ്മുടെ പെർഫോമൻസ് 4K മാക്സ് സെറ്റിങ്സിൽ 2 times അല്ലെങ്കിൽ 2 മടങ്ങ് കൂട്ടാനായിട്ട് പറ്റും പെർഫോമൻസ്. അത് നമ്മുടെ FPS ഭയങ്കര വലിയൊരു ചേഞ്ച് ആയിരിക്കും കാണാൻ പോകുന്നത്. അതായത് ഒരു 95 FPS നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട അടുത്ത് നിങ്ങൾക്ക് ഒരു 145 155 4K മാക്സ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് കിട്ടും. അത്രയും വലിയൊരു ചേഞ്ച് നമുക്കുണ്ടാവും. NVIDIA റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ലേറ്റൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിക്കോ. ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെന്ത് ചെയ്ത് എൻ്റർ അമർത്തി, അല്ലെങ്കിൽ ഇപ്പം അലോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉപയോഗിക്കുമ്പോൾ V അമർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്തെടുക്കും. അപ്പോൾ V അമർത്തുന്ന സമയത്ത് തന്നെ ആ ക്യാരക്ടർ അവിടെ ആ ഒരു സ്കാനിങ് നടത്തണം. എന്നാൽ ചില കമ്പ്യൂട്ടറിൻ്റെ അകത്ത് V അമർത്തി കുറച്ച് ഡിലേ, ഒരു മില്ലി സെക്കൻഡോ 10 മില്ലി സെക്കൻഡോ ഒക്കെ കഴിഞ്ഞിട്ടേ ആ ക്യാരക്ടർ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്യുള്ളൂ. ആ ഒരു ലേറ്റൻസി കുറയ്ക്കാനായിട്ട് NVIDIA റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് സിസ്റ്റം ലേറ്റൻസിനെ നമുക്ക് കംപ്ലീറ്റ്ലി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒബ്വിയസ്ലി ഇത്രയും നല്ല ഗ്രാഫിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു ഗെയിം നമ്മൾ ക്വാളിറ്റി കുറച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഏറ്റവും മാക്സിമം ക്വാളിറ്റി എത്രയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് എത്രയാണോ അത്രയിലിട്ട് കളിച്ചിട്ടേ കാര്യമുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഗെയിം നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റണം. അപ്പോൾ DLSS 3 നമ്മുടെ പെർഫോമൻസിനെ മൊത്തത്തിൽ സ്മൂത്താക്കി ബട്ടറി സ്മൂത്താക്കി തരും. എന്നിട്ട് സിസ്റ്റം ലേറ്റൻസി നമ്മുടെ NVIDIA റിഫ്ലക്സ് കുറച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റെസൊല്യൂഷനിൽ, മാക്സിമം ഗ്രാഫിക്സിൽ, മാക്സിമം പെർഫോമൻസിൽ ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ പെർഫോമൻസ് എന്ന് പറയുന്ന വാക്കിന് ഡിഫറൻസ് ഉണ്ട്, മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്നതിലും ഡിഫറൻസ് ഉണ്ട്. മാക്സിമം ക്വാളിറ്റി കാണും ചില കമ്പ്യൂട്ടറിൽ, എന്നാൽ സ്റ്റക്കായിരിക്കും. മാക്സിമം ക്വാളിറ്റി വേണം, മാക്സിമം പെർഫോമൻസിൽ നമുക്ക് ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. DLSS ഓഫ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന FPS എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ DLSS ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ആൻഡ് ഞാനിപ്പോൾ DLSS ഓണാക്കാൻ പോവാണ്. DLSS ഓണാക്കി കഴിഞ്ഞപ്പോൾ എന്ത് വലിയ ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയേ. ലൈക്ക് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് DLSS ഓഫ് ചെയ്തും കാണാൻ പറ്റും, DLSS ഓണാക്കി റൈറ്റ് സൈഡിലും കാണാൻ പറ്റും. അതിനകത്ത് ആവറേജ് FPS അല്ലെങ്കിൽ കറണ്ട് FPS എന്ന് പറഞ്ഞിട്ട് ആ കാണുന്നത് നോക്കിയാൽ മതി എത്രത്തോളം ഡിഫറൻസ് വരുന്നു എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഗെയിം മൊത്തത്തിലും കൂടി നോക്കണം. DLSS ഓഫ് ചെയ്യുന്ന സമയത്ത് റിഫ്ലക്ഷൻസ്, അതുപോലെ തന്നെ ഷാഡോസ്, ഓവറോൾ ഒരു ഫീഡ്ബാക്ക്, അതായത് അതെങ്ങനെ പറഞ്ഞുതരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് നമ്മൾ കളിക്കുന്ന സമയത്ത് DLSS ഓഫ് ചെയ്ത് കളിക്കപ്പം ആ റെസ്പോൺസിനും ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടില്ല. ഒരു കണക്ഷൻ നമുക്ക് ആ ഗെയിമുമായിട്ട് കിട്ടൂല.
എന്നാൽ ഡീലേഴ്സ് ഓണായി കഴിയുമ്പോൾ ആ ഷാഡോസും ലൈറ്റിങ്ങും എല്ലാത്തിലും ഒരു ഡിഫറൻസ് വന്ന് കുറച്ചുകൂടി അങ്ങനെ ഒഴുകി അങ്ങ് നടക്കുക. ആ ഒരു എൻവയൺമെൻറ്റിലോട്ട്, ഇത്രയും എൻവയൺമെൻ്റലി ആയിട്ടുള്ള ഒരു ഗെയിമിൻ്റെ അകത്തോട്ട് നമ്മളങ്ങ് ഇറങ്ങി ചെല്ലും. സംഭവം അതാണ്. അപ്പം എനിക്ക് ഇതിന് മുന്നേ ഈ ഗെയിം കളിക്കാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷേ ഇത്രയും വലിയൊരു ചേഞ്ച്, ഇത്രയും വലിയൊരു ഗ്രാഫിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ 4070 അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് GPU മാറ്റിയിട്ട് നിങ്ങൾക്ക് 4070 അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറേ സോഴ്സസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം സൊഡാക്കിൻ്റെ ഈ 4070 ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ ഡിസൈൻ. ലുക്ക് അറ്റ് ദിസ് ഗ്രാഫിക് കാർഡ്. ഈ ഗ്രാഫിക് കാർഡിൻ്റെ ഡിസൈൻ ഒരു വൺ ഓഫ് എ കൈൻഡ് ഡിസൈനാണ്. ലൈക്ക് ഒരു കപ്പൽ പോലെയൊക്കെ ഇരിക്കും, അത്രത്തോളം. എന്ന് വെച്ചാൽ ഈ ഒരു കമ്പ്യൂട്ടറിന് ഞാൻ ഉപയോഗിക്കുന്ന ക്യാബിനറ്റൊക്കെ പഴയ ക്യാബിനറ്റാണ്, നിങ്ങൾ തന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേയൊക്കെ. ഈ കമ്പ്യൂട്ടറിൻ്റെ മൊത്തത്തിൽ ലുക്ക് മാറ്റിയത് ഈ ഗ്രാഫിക് കാർഡാണ്. ഞാൻ ഡിസൈനിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്, അപ്പോൾ ദിസ് വൺ ഈസ് വെരി ഗുഡ്. അറ്റ് ദ സെയിം ടൈം 4070 സീരീസ് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ പെർഫോമൻസും ഇതേ ക്വാളിറ്റിയും കിട്ടും. അപ്പോൾ ഉടനെ തന്നെ അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഏതാണോ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് ആ ബ്രാൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഐ ബട്ടണിലും കൊടുത്തിരിക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം, കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിന്നും കൂടി ചെയ്തിരിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഈ ഗെയിം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഗെയിമാണ്. ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റിൻ്റെ കംപ്ലീറ്റ് എഡിഷനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഏത് വർഷം വേണമെങ്കിലും വാങ്ങാം. കളിച്ച് നോക്കേണ്ട ഗെയിമാണ്. ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.